എല്ലാ വർഷവും നിറയെ കായ്ച്ചും കിളികൾക്കും മറ്റും ആഹാരമാകുന്ന ഞങ്ങളുടെ സ്വന്തം ചെറി. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ചെറി തന്നെയാണ് ഇത്. നല്ല ചുവന്ന തുടുത്ത ചെറിയുടെ പ്രോസസ്സിങ് അത്ര വശമില്ലാത്തതുകൊണ്ട് ട്രൈ ചെയ്യാറില്ല. പക്ഷേ എല്ലാ വർഷവും ഒരു ചെറിയ അച്ചാർ നിർബന്ധമാണ്. 2-3 ദിവസം വിനാഗിരിയിലിട്ട് കറകളെല്ലാം കളഞ്ഞാണ് ഈ ചെറിയ അച്ചാർ ഇടുന്നത്. അപ്പം അച്ചാറിന് ആവശ്യമായ ചെറികളെല്ലാം ഞാനും അമ്മയും പറിച്ച് കുട്ടയിലാക്കി. അപ്പം അതവിടെ ഇരിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് കടയിൽ പോയി വന്നപ്പോൾ കുറച്ച് ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. ഉണക്കമീൻ കണ്ടപ്പോൾ അമ്മ പണ്ട് അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കഴിച്ച പുളിയിലയിട്ട് ചുട്ട ഉണക്കമീൻ കഥ പറഞ്ഞു. എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് ഞാൻ. ഇതിൻ്റെ മെയിൻ താരം പുളിയിലയാണേ. ഉണക്കമീൻ്റെ മുള്ളുകളെല്ലാം കളഞ്ഞ് തേങ്ങ, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയെല്ലാം ചേർത്ത് അമ്മിക്കല്ലിൽ നന്നായി അരച്ച് ഒതുക്കിയെടുക്കണം. ഇതുമാതിരി. പിന്നെ അമ്മിക്കല്ലിൽ അരച്ച ഭക്ഷണത്തിൻ്റെ രുചി അത് വേറെ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഈ അരച്ചെടുത്ത കൂട്ട് വാഴയിലയിൽ കനം കുറച്ച് പരത്തിയെടുക്കണം. ശേഷം ചൂടായ പാനിൽ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കണം. ഇതൊരു കുക്കിംഗ് ചാനലൊന്നും അല്ല കേട്ടോ. പണ്ടെപ്പോഴോ കഴിച്ച രുചി മറക്കാതെ അമ്മയുടെ നാവിൻ തുമ്പിലുണ്ട്. അത് ഞാനുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് കരുതിയത്. അമ്മയുടെ ഓർമ്മയിൽ അന്ന് നങ്കുമീനായിരുന്നു ഉപയോഗിച്ചതെന്ന്. ഇന്ന് നങ്കുമീൻ കിട്ടാനില്ല, അതുകൊണ്ട് കുട്ടമീൻ എടുത്തു. അല്ലെങ്കിലും പഴമക്കാരുടെ രുചി അത് വേറെ തന്നെയാണ്. ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക രുചി. സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാകും. അച്ചാറിടാനായി കുറച്ച് കിളിച്ചുണ്ട മാങ്ങ പറിക്കാൻ പോകണേ. നമ്മുടെ പറമ്പിലില്ല, അടുത്തുള്ള ചേട്ടൻ്റെ പറമ്പിലെ നിറയെ കായ്ച്ചു നിൽപ്പുണ്ടേ. അമ്മ വിളിച്ച് ചോദിച്ചപ്പോൾ പറിച്ചോളാൻ പറഞ്ഞായിരുന്നു. ചെറിയ തെളിവ് നോക്കി ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോയേ. റോഡരികിൽ നിൽക്കുന്ന മാവായതുകൊണ്ട് വഴിയെ വീഴുന്നതെല്ലാം അപ്പം പിറക്കി മാറ്റിയില്ലെങ്കിൽ വണ്ടി കയറി പോകും. ഇതിലെ കുറച്ചു മാങ്ങ ഉപ്പിലിടാൻ വെക്കണം. ഉണക്ക മാങ്ങ ചമ്മന്തി അരയ്ക്കാൻ ഇവിടെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനായും കുറച്ച് മാങ്ങ മാറ്റി വെക്കണം. വിഷ്ണുവേട്ടൻ മാങ്ങ പറിക്കുന്നത് കണ്ടിട്ട് അമ്മയ്ക്കൊരാഗ്രഹം. അങ്ങനെ നീ അങ്ങ് മാറി നിൽക്ക് എന്നും പറഞ്ഞ് അമ്മ മാങ്ങ പറിക്കാൻ തുടങ്ങി.